ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കഴിഞ്ഞ സൂം ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടി ബീംസിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. മോഡ്യൂൾ 2 ടി ബീംസ് അല്ലെങ്കിൽ ഫ്ലാഞ്ച്ഡ് സെക്ഷൻസ്. എന്താണ് ഒരു ടി ബീമിൻ്റെ അഡ്വാൻറ്റേജ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീംസ്, ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീംസ്. ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ടി ബീംസിനുള്ളത്? ഇപ്പോൾ ടി ബീംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് ടി ഷേപ്പാണ്. റെക്റ്റാങ്കുലറിൽ നിന്ന് ടി ഷേപ്പിലേക്ക് മാറുകയാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ സെക്ഷൻ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ന്യൂട്രലാക്സിൻ്റെ മുകളിൽ നമ്മൾ കംപ്രഷനും താഴേക്ക് ടെൻഷനുമാണ് ആണല്ലോ, ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് മെയിൻലി ടേക്കൺ ബൈ ദ കോൺക്രീറ്റ് അബവ് ദ ന്യൂട്രൽ ആക്സിസ് ആൻഡ് ദ ടെൻസൈൽ സ്ട്രെസ് ഷെയർഡ് ബൈ ദ ടെൻഷൻ സ്റ്റീൽ ബിലോ ദ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ആക്ച്വലി ന്യൂട്രൽ ആക്സിൻ്റെ താഴെ വരുന്ന കോൺക്രീറ്റിന് ആക്ച്വലി അവിടെ യൂസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ സ്റ്റീൽ മാത്രമാക്കി അവിടെ സെക്ഷൻ അങ്ങ് റെഡ്യൂസ് ചെയ്യുകയാണ് ന്യൂട്രൽ ആക്സിൻ്റെ താഴേക്ക്. ന്യൂട്രൽ ആക്സിൻ്റെ മുകളിലേക്ക് വരുമ്പോഴും ടോപ്പ് ലെയർ അതിനോടടുത്ത ലെയറിലുമായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് വരിക, കംപ്രസീവ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ അതിനെ ഷെയർ ചെയ്യാൻ, അതിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നമുക്ക് കോൺക്രീറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അബവ് ദ ന്യൂട്രൽ ആക്സിസ് നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ റെക്റ്റാങ്കുലർ ഷേപ്പ് എന്തായിട്ട് മാറുന്നത്, ഒരു ടി ഷേപ്പായിട്ട് മാറുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ രണ്ട് പാർട്ടാണ്. ഒന്ന് ഫ്ലാഞ്ച് ആൻഡ് വെബ്. ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ റെക്റ്റാങ്കുലർ പോർഷനാണ് എന്ത് പറയുന്നത്, ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. താഴെയുള്ള വെർട്ടിക്കൽ പോർഷനാണ് റിബ് അല്ലെങ്കിൽ വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഫിഗർ കോഡിലുണ്ട്. കോഡ് IS 456 അതുപോലെ SP16. SP16 പേജ് നമ്പർ 14 അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ടി ബീമിൻ്റെ. അതിലെ മെഷർമെൻ്റ് എന്താണ്, ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്താണ് BF കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡെപ്ത്ത് DF അല്ലേ. താഴെയുള്ള റിബ് അതുപോലെ വിഡ്ത്ത് BW ആണ്. അതിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത്ത് ഫ്ലാഞ്ചിൻ്റെ ടോപ്പിൽ നിന്നും റീൻഫോഴ്സ്മെൻറ്റ് സെൻട്രൽ ലെവലിലെ ഡിസ്റ്റൻസാണ് നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത്ത് ആയിട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ്, വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ്? ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ്സ് എ മോണോലിത്തിക് കൺസ്ട്രക്ഷൻ അല്ലേ. ബീമും സ്ലാബും കൂടി മോണോലിത്തിക് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലാഞ്ച്, ആ ഫ്ലാഞ്ച് തന്നെ മെയിനായിട്ട് കംപ്രസീവ് ഫോഴ്സ് എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ മൊമെൻ്റ് ഓഫ് റെസൊണൻസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫ്ലാഞ്ച് പോർഷൻ. അനദർ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ്സ് എ മോണോലിത്തിക് കൺസ്ട്രക്ഷൻ, ദെർഫോർ ദ സ്റ്റിഫ്നെസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ദ ഡിഫ്ലക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ബീമിൽ വരുന്ന ഡിഫ്ലക്ഷൻ കൺസിഡറബിൾ ആയിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് രണ്ടും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണല്ലോ, ഡിഫ്ലക്ഷനും സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്യും. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സൂമിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാനൊന്നുകൂടെ ഇതിൻ്റെ കോഡ് പറയുന്ന പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമിലും ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീമിലും മൊമെൻ്റ് ഓഫ് റെസൊണൻസ് എങ്ങനെ കാണുന്നു എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ടി സെക്ഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ടി ബീം ആൻഡ് സ്ലാബ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഫ്ലാഞ്ച്ഡ് സെക്ഷൻ എന്ന് പറയാമല്ലോ, അതാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ മൊമെൻ്റ് ഓഫ് റെസൊണൻസ് എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 3 കേസുകളാണ് വരിക. ഏതൊക്കെയാണ് 3 കേസ്? നമ്പർ 1, വെൻ ദ ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ ഫ്ലാഞ്ച്. ഫ്ലാഞ്ചിൽ വരാമല്ലോ ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലാഞ്ചിലാവാം, അതുപോലെ പിന്നെ വെബിലും വരാം. അപ്പോൾ ഫ്ലാഞ്ചിലാണ് ന്യൂട്രൽ ആക്സിസ് വരുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് ഇറ്റ് മീൻസ്, അതിൻ്റെ തിക്നെസ്, അതായത് നമുക്കറിയാം ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് DF ആണ്. ആ DFനേക്കാൾ കുറവായിരിക്കും XU. XU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോപ്പിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ XU എന്ന് പറയുന്നത്. ആ XUവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് DFനേക്കാളും കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴാണല്ലോ ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ചിൽ വരുന്നത്. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് പിന്നെ പറയുന്നത് ന്യൂട്രൽ ആക്സിസ് ലൈസ് ഇൻ ദ വെബിൽ വരാം. പക്ഷെ വെബിൽ വരുമ്പോൾ തന്നെ 2 കേസസ് വരും. ഒന്നാമത്തെ കേസ് എന്താണ്? XU ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു BF.
എക്സ് യു ഏതിന് ഈക്വൽ ആവാം? ആ ഫ്ലാഞ്ചിൻ്റെ നേരെ താഴെ കൂടെ പാസ് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു ബി എഫ് ആയിരിക്കും എക്സ് യു വരുന്നത്. അല്ലെങ്കിൽ എന്താണ്, അതിനേക്കാൾ കൂടുതൽ രണ്ടും വരാം. അതേപോലെ ഡി എഫ് ബൈ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. ഡി എഫ് ബൈ ഡി എന്ന് പറയുന്ന റേഷ്യോ, ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്, ഡി എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത്. ആ റേഷ്യോ നോക്കിയിട്ട് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2 ആണെങ്കിൽ ഒരു കേസായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ വരുന്ന സമയത്താണ് നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണുന്ന ആ ഫോർമുല, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണുന്ന ആ ഫോർമുല നമുക്ക് ഏതിൽ കൊടുത്തിട്ടുണ്ട്? നമ്മൾ അനക്സ് ജിയിൽ, അനക്സ് ജി IS 456 പേജ് 96, പേജ് 96 ഫ്ലാഞ്ചിഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. അതിൽ G21, G22, അതുപോലെ G221 ഇത്രയുമാണ് റിലേഷൻസ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും കോഡ് റെഫർ ചെയ്യണം. അതിൽ G21 എന്താ പറയുന്നത്? വെൻ എക്സ് യു ലെസ് ദാൻ ഡി എഫ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് കേസ്, ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്സിനേക്കാളും കുറവാണ് ന്യൂട്രലാക്സിൻ്റെ ഡെപ്ത് എക്സ് യു വരുന്നതെന്നുണ്ടെങ്കിൽ the moment of resistance may be calculated from the equation given in G11. എന്താണ് G11? അത് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചതാണ്. എക്സ് യു ബൈ ഡി ഈസ് ഈക്വൽ ടു 0.87 FYAST ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു ബി ഡി. നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷനിൽ ഉപയോഗിച്ച അതേ റിലേഷൻ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ് യു കാണാം, അല്ലെങ്കിൽ എക്സ് യു ബൈ ഡി റേഷ്യോ കാണാം. അതാണ് നമ്പർ 1. G21. G22 എന്താ പറയുന്നത്? The limiting value of moment of resistance of the section may be obtained by the following equation when the ratio df by d does not exceed 0.2. 0.2-നേക്കാളും കൂടാത്ത കണ്ടീഷനിൽ, ഏത് ഡി എഫ് ബൈ ഡി റേഷ്യോ കൂടുന്നില്ലെങ്കിൽ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണുന്ന ഫോർമുലയാണ് mu ഈക്വൽസ് 0.36 XU max by D into 1 minus 0.42 XU max divided by D FCK BW D squared plus 0.45 FCK into BF minus BW into DF into D minus DF by 2. ഒക്കെ കോഡിലുണ്ട്, ഡയറക്റ്റായിട്ട് കോഡിൽ നിന്ന് എടുത്താൽ മതി. ഓരോന്നും എന്തൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? MU XU max D and FCK എല്ലാം ആസ് ദ സെയിം, നിങ്ങൾ നേരത്തെ പഠിച്ച അതേ വാല്യൂസ് തന്നെ, അതേ നൊട്ടേഷൻസ്. BF ആണ് ബ്രെഡ്ത്ത് ഓഫ് ദി കംപ്രഷൻ സോൺ, അതായത് ഫ്ലാഞ്ച് ഫേസ് അല്ലെങ്കിൽ ഫ്ലാഞ്ചിൻ്റെ ബ്രെഡ്ത്ത് ആണ് BF. BW ബ്രെഡ്ത്ത് ഓഫ് ദ വെബ് ഓർ ദ റിബ്, അതാണ് BW. ആൻഡ് DF തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച്, അത് ആണ് G22. ഇനി തേർഡ് കേസ് G221 എന്താണ് പറയുന്നത്? വെൻ ദ റേഷ്യോ DF ബൈ ഡി എക്സീഡ്സ് 0.2, 0.2-നേക്കാൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞത് ലെസ് ദാൻ ആണെങ്കിൽ എക്സീഡ് ചെയ്യാത്ത കേസാണ്. ഇനി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണുന്നത്? ആ റിലേഷനാണ് അടുത്തത് കൊടുത്തത്. MU ഈക്വൽസ് 0.36 XU max by D into 1 minus 0.42 XU max by D into FCK BW D squared plus 0.45 FCK into BF minus BW into YEF into D minus YF by 2. അതിൽ എന്താണ് YF, അതെങ്ങനെ കാണണം എന്നുള്ളതെല്ലാം കോഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 3 റിലേഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലുള്ള ഫ്ലാഞ്ചിഡ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണുന്ന പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കോഡുമായിട്ട് നല്ല പരിചയം ഉണ്ടാവണം. ഈ പേജ് നോക്കി അത് പഠിക്കണം. ഏത് പേജിലാണ് ഓരോ സെക്ഷനും, സിംഗിൾ ഇൻഫോഴ്സ്ഡ് എവിടെയാണ്, ഡബിൾ ഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ക്ലോസ് ഏതൊക്കെയാണ്, ടി ബീംസിൻ്റെ ക്ലോസ് ഏതൊക്കെയാണെന്നുള്ളത് കോഡ് IS 456-ഉം അതേപോലെ തന്നെ SP16 ഡിസൈനേഴ്സും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഈ 2 കോഡ് ഉണ്ടാവണം. ഈ 2 കോഡും വെച്ചുകൊണ്ട് ഈ റിലേഷൻസ് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ ഞാനൊരു ടി ബീമിൻ്റെ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആയിരിക്കും. ഒരു പ്രോബ്ലം തന്നിട്ട് അതാദ്യം ചെക്ക് ചെയ്യണം ഈ കണ്ടീഷനിൽ ഏതാണ് വരുന്നത്. ഏതാ? XU എന്ന് പറയുന്നത് ഈക്വൽ ടു DF ആണോ, ലെസ് ദാൻ ആണോ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണോ? ഈ 3 കേസും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. സോ വി ആർ വൈൻഡിങ് അപ്പ് ദ ക്ലാസ് നൗ. Okay, thank you, one and all.